ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. പക്ഷേ S&P 500, നാസ്ഡാക്ക്, അതുപോലെ തന്നെ റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒക്കെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ദൗ ജോൺസ് ഇൻഡെക്സ് മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ S&P 500 വിക്സ് 13.43 ആണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്ന് 13.74 ആയിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വീണ്ടും സ്ലൈറ്റ്ലി പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ് അമേരിക്കയിൽ. നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ മിക്സഡ് ആയിരുന്നു. ഏഷ്യയിൽ കൊറിയ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്നലെ ഓൾമോസ്റ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ കൊറിയൊക്കെ ബെറ്റർ ആണ്. ജാപ്പനീസ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡൊക്കെ ഓൾമോസ്റ്റ് ഇന്നലത്തെ സെയിം ലെവലിൽ തന്നെയാണ്. അതുപോലെ തന്നെ ബ്രൻഡ് ക്രൂഡ് ഓയിലും ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രേഡിംഗ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഇന്ന് മോർണിംഗിലുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള മേജർ ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ഒന്ന് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ കാൽക്കുലേഷൻ മെത്തേഡോളജി അടുത്ത ദിവസങ്ങളിലൊക്കെ മാറാൻ ചാൻസസ് ഉണ്ട്. അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ പ്രകാരം പല ഘടകങ്ങളും ഇതിൽ മാറ്റം വന്നേക്കാം. അത് അതാത് സെക്ടറിലുള്ള പല സ്റ്റോക്കുകളിലേക്ക് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അനൗൺസ് ചെയ്യുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചുള്ള മേജറായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ പൊതുവെ ഫേവർ ചെയ്ത് FMCG അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടറിനൊക്കെയാണ് ഈ ഡാറ്റയിലുള്ള ഇൻഗ്രീഡിയൻസ് മാറ്റം വരുമ്പോൾ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതകളുള്ളത്. NSE സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൻ്റെയൊക്കെ കാൽക്കുലേഷൻ മെത്തേഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തഡോളജി മാറ്റാൻ പോവുകയാണ്. ഫ്രീ ഫ്ലോട്ടിംഗ് മെത്തഡോളജിയിലേക്ക് മാറുകയാണ്. 6 മാസത്തെ ആവറേജ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇനി സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം പല ചേഞ്ചസും ഈ ഇൻഡെക്സുകളിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. UBS TCS അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. കറണ്ട് ലെവലിൽ നിന്ന് 15% ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് UBS പറയുന്നത്. ഒരുപക്ഷെ ടെക് കമ്പനികളിൽ TCS ആയിരിക്കാം ടെക് റാലി ലീഡ് ചെയ്യാൻ പോകുന്നതാണ് UBSൻ്റെ ഒരു അസംപ്ഷൻ. പൊതുവേ നമ്മൾ ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ ഇന്ന് വന്നിട്ടുള്ള ന്യൂസുകളെല്ലാം പോസിറ്റീവാണ്. PTM നോക്കുകയാണെങ്കിൽ PTM പേയ്മെൻറ്റ് ബാങ്ക് ഇപ്പോഴത്തെ RBIയുടെ നീക്കങ്ങളനുസരിച്ച് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും റിവാമ്പിയോ ഉണ്ടായേക്കാം എന്നുള്ളൊരു റൂമറാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിലുള്ളത്. PTMനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ന്യൂസാണ്. ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസുകളും PTM ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ പോസിറ്റീവ് ആയിരിക്കാം. സ്പേസ് ഡിഫൻസ് റിലേറ്റഡ് റിഫോംസിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകും നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും BELും തന്നെയാണ്. ഈ സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ അനൗൺസ് ചെയ്ത പോളിസികൾ വളരെ വളരെ ഫേവറബിൾ ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഈ കമ്പനികളൊക്കെയാണ്. ഒപ്പം മറ്റ് കമ്പനികളിൽ PTC ഉണ്ട്, അതുപോലെ തന്നെ വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റ പാറ്റേൺസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഈ ഡിസിഷൻസ് നൽകാൻ പോകുന്നത്. GE&T 370 കോടി രൂപ വരെ പവർ ഗ്രിഡിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഗ്രിഡ് മോഡേണൈസേഷനാണ് നമ്മുടെ തന്നെ ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്നു. ഹ്യൂജ് റിട്ടേൺസ് ആണ്. GE&Tയും അതുപോലെ തന്നെ GE പവർ നമ്മൾ റെക്കമെൻഡ് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ്. GE ഗ്രൂപ്പിൽ നിന്നുള്ള ഈ 2 സ്റ്റോക്കുകളും ഹ്യൂജ് റിട്ടേൺസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവാണ് ഇന്നത്തെ ന്യൂസുകൾ. JSW ഇൻഫ്ര ഗുജറാത്തിൽ ഗ്രീൻഫീൽഡ് പോർട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഓൾറെഡി 10 പോർട്ടുകൾ ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ UAE-യിലൊന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അഡാനി പോർട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോർട്ട് കൈകാര്യം ചെയ്യുന്ന സ്ട്രക്ചർ കമ്പനിയാണ് JSW ഇൻഫ്ര. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷനാണ്. നമ്മൾ റെക്കമെൻഡേഷൻ കൊടുത്ത് 166 റേഞ്ചിലൊക്കെയാണ്. വി ആർ സ്റ്റിൽ ബുള്ളിഷ് ഓൺ ദി സ്റ്റോക്ക്. ലോങ് ടൈമിലേക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കാണ് JSW ഇൻഫ്ര.
മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈമിലേക്ക് വാങ്ങി വയ്ക്കാവുന്ന സ്റ്റോക്കാണ്. JSW എനർജിക്ക് 700 മെഗാവാട്ടിൻ്റെ സോളാർ കപ്പാസിറ്റി പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. SJVNയിൽ നിന്നാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. ഓൾറെഡി ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് JSW എനർജി. ഒപ്പം SJVNനും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനി തന്നെയാണ്. 100 മെഗാവാട്ട് സോളാർ പ്ലാന്റ് ഗുജറാത്തിൽ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് SJVNനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ടോറൻറ്റ് പവറിന് 44 കിലോമീറ്റർ ട്രാൻസ്മിഷൻ ലൈൻ മഹാരാഷ്ട്രയിൽ പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് കിട്ടുകയാണ്. ടോറൻറ്റ് പവർ ഓൾറെഡി നല്ല ഒരു സ്റ്റോക്കാണ്. പവർ സെക്ടറിലുള്ള നമ്മുടെ റെക്കമെൻഡേഷനും കൂടിയായിരുന്നു. അപ്പോൾ ഈ ന്യൂസും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകിയേക്കാം. സലാസാർ ടെക്നോളജിക്ക് അഗെയിൻ 25,000 മെട്രിക് ടൺ സോളാർ സ്ട്രക്ചേഴ്സ് സപ്ലൈ ചെയ്യാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സലാസാറിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇപ്പോൾ ഓവറോൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. എന്നിരുന്നാലും ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനുള്ള പ്രീമിയം പിക്കുകൾ നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ടെർമിനൽ കൂടി നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുക. നല്ല മാർക്കറ്റിലൊരു ഫാളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.